നന്ദിക്കാരൻ്റെ പുതിയൊരു ഫുഡ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ വന്നിട്ടുള്ളത് അതായത് ഒരു സിമ്പിൾ സേമിയ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതായത് പ്രത്യേകിച്ചിട്ട് നമ്മൾ പ്രവാസികളായ ബാച്ചിലേഴ്സിന് ഉപകാരപ്രദമായിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പി. പ്രത്യേകിച്ച് ഓണമല്ലേ വരുന്നത്. അപ്പോൾ ഓണത്തിന് നമ്മൾ എന്തായാലും പുറത്തുനിന്ന് ഭക്ഷണമെല്ലാം കഴിക്കും. ചില സമയം ഹോട്ടലിൽ പോയിട്ടൊരു 10, 20, 25 കൂട്ടം കറികളും വിഭവങ്ങളിലായിട്ടുള്ള ഭക്ഷണമെല്ലാം കഴിക്കും. എങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം, 1-ാം ഓണോ അല്ലെങ്കിൽ 2-ാം ഓണോ, ഏതെങ്കിലും ഒരു ഓണത്തിന് നമുക്ക് റൂമിൽ തന്നെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു 10-15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സേമിയ പായസത്തിൻ്റെ സിമ്പിൾ റെസിപ്പി. അതായത് സാധാരണ ഒരു പായസത്തിൽ ഉപയോഗിക്കുന്ന ക്രീമുകളായിക്കോട്ടെ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ ഒഴിവാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണിത്. നമുക്ക് റൂമിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു പായസം ഒരു ബാച്ചിലേഴ്സിന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. എല്ലാ നല്ല നാളുകളിലും നമ്മൾ പ്രവാസികൾ ഒരുപാട് നാടിനെ മിസ് ചെയ്യും. അതിൻ്റെ കൂടെ ഭക്ഷണത്തിൻ്റെ കാര്യം കൂടെ നമ്മൾ മിസ് ചെയ്താലോ. നമുക്കിത് ഈ റെസിപ്പി, അതായത് ഈ പായസത്തിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നൊരു സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മളെ ബാച്ചിലേഴ്സിന് ചെയ്യാൻ പറ്റുന്ന, അതായത് പായസം തീരെ വെക്കാൻ അറിയാത്ത ഒരു ബാച്ചിലേഴ്സ് ഇല്ല, അത് അവർക്ക് വേണ്ടിയിട്ട് ഉള്ള അതൊരു സിമ്പിൾ റെസിപ്പി. അതായത് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റെസിപ്പി. മീൻസ് നമുക്ക് ഒരു സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസിലുള്ള പല ക്രീമുകളായിക്കോട്ടെ, അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ട് വെറും അതിൻ്റെ സേമിയോൻ്റെ അതും അണ്ടിപ്പരിപ്പ്, മുന്തിരി, പാല് ഇത്യാദി സാധനങ്ങൾ ഇട്ടിട്ട് ഒരു 15-20 മിനിറ്റിനുള്ളിൽ ഉണ്ടാകുന്നൊരു പായസം. നമുക്ക് ബാച്ചിലേഴ്സിന് സമയക്കുറവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ആ സമയത്തിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഉണ്ടാക്കിയത്. സംഭവം അടിപൊളി. ഇന്നത്തെ
അതായത് ഇത് നമുക്കൊരു ഓണത്തിൻ്റെ തലേന്നല്ല നമ്മളെ പ്രവാസികളെ സംബന്ധിച്ചിട്ടറിയില്ല, നമുക്ക് ബാച്ചിലേഴ്സിന് ഒരു ടൈമിൻ്റെയും കാര്യങ്ങളിലും പ്രശ്നങ്ങളുണ്ടാവും. ആ ടൈമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയൊരു റെസിപ്പിയാണ്. ഇന്ന് നമ്മളെ കൂടെയുള്ള ടീംസ് ഷെരീഫുണ്ട്, നിസാം, സിനു സമ്രവട്ടം, റഹീം കോട്ടക്കല്ല്, ഇത് നമ്മളെ സ്ഥിരം അംജാദ്. ഇന്നലത്തെ നമ്മളെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ താടി ഉണ്ടായിരുന്നു, ഇപ്പം താടിയില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ മുകളിൽ പൊത്തിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു ചെറിയ സിമ്പിളായിട്ടുള്ള റെസിപ്പി. ഇന്നത്തെ ഈ എപ്പിസോഡ് ഒരു ചെറിയൊരു എപ്പിസോഡ്, ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടി മാത്രമുള്ള എപ്പിസോഡ്. അതിൻ്റെ പേരുടെ സമയമായിരുന്നു. ഗുഡ് ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക.